നിങ്ങളുടെ ഉള്ളത്തിലിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? നമ്മൾക്കെല്ലാവർക്കും അറിയാതെ പോയൊരു കാര്യമാണ് നിൻ്റെ ആത്മാവിനോട് ചേർന്നിരിക്കുന്ന പരിശുദ്ധൻ്റെ ആത്മാവ്. യേശു കർത്താവ് ആത്മാവിനാലാണ് നിൻ്റെ കൂടെ ഇരിക്കുന്നത്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ അക്നോളജ് ചെയ്യുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആത്മാവിനോട് ചേർന്നിരിക്കുന്ന ആത്മാവിനോട് ഗൈഡൻസ് ചോദിക്കണം, സംസാരിക്കണം, പ്രാർത്ഥിക്കുവാനായി ഹെൽപ്പ് ചോദിക്കണം. ഏതെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കണം. പരിശുദ്ധാത്മാവാണ് ഇന്ന് സഭയെ നയിക്കുന്നത്. യേശു കർത്താവിലൂടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഗൈഡൻസ് നമ്മൾ ചോദിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്. ഹീസ് എ ഹെൽപ്പർ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് മീഡിയേറ്ററായ യേശു കർത്താവിലൂടെയാണ്. ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? പിതാവിനോടാണ്. ദ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറയുന്നത് പിതാവാണ്. ബട്ട് സാക്രിഫൈസ് നമുക്ക് ചെയ്തത് യേശു കർത്താവാണ്. അപ്പോൾ യേശു കർത്താവിലൂടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ബട്ട് ദ ഹോളി സ്പിരിറ്റ്, അവൻ്റെ ആത്മാവിലൂടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത് ദൈവസഭയ്ക്ക് ഹോളി സ്പിരിറ്റ് ആണ്. ഈ സമയത്ത് നിങ്ങളുടെ ആത്മാവിനോട് ചേർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അക്നോളജ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ വീക്ക്നെസ്സിലും അവനോട് കൃപ ചോദിച്ച് വാങ്ങിക്കണം. അത് പരിശുദ്ധാത്മാവ് ഇടപെടാൻ നിങ്ങൾ പറയണം. പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം ചേർന്നിരുന്നു കൊണ്ട്. ത്രൂ ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കാനാണ്. കാരണം യേശു കർത്താവാണ് നമ്മുടെ മീഡിയേറ്റർ. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ബട്ട് പ്രോസസ്സ് നമ്മൾ ജഡത്തിലിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറയുന്നു, യേശു കർത്താവ് മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. സോ പിതാവിൽ നിന്നും സെപ്പറേറ്റായി പോയ നമുക്ക് യേശു കർത്താവിനാൽ പ്രവേശനമുണ്ട്. ആകയാൽ ഏക ആത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സാക്രിഫൈസ് നമുക്ക് വേണ്ടി ചെയ്തത്. അവൻ്റെ ആത്മാവിനാൽ നമുക്ക് പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങളിനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാക്കേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിത് വരുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്നിരിക്കുക ദൈവമക്കളെ. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുക. പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ഈസ് എ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ യു, ബെസ്റ്റ് ഗൈഡ് ഫോർ യു. പരിശുദ്ധാത്മാവ് നിങ്ങളെ സകലത്തിലും വഴി നടത്തും. നെവർ ഗിവ് അപ്പ്. ഈസ് എ ഗൈഡ്, ഈസ് എ ഹെൽപ്പർ. നിങ്ങൾ ഇന്നുവരെയും പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ സ്റ്റാർട്ട് സ്പീക്കിംഗ് ത്രൂ ഹോളി സ്പിരിറ്റ്. അക്നോളജ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നെവർ ഗിവ് അപ്പ്. ഗോഡ്